അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് കൊടുങ്ങല്ലൂർ നിന്ന് ഒരു യുവാവ് വിളിക്കുന്നത്. യുവാവ് വിളിച്ചിട്ട് ഭയങ്കര സങ്കടങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ വീട്ടിലേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് കൗൺസിലിങ്ങിനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുമ്പ് കൗൺസിലിങ്ങിനല്ല, മുപ്പരെ കുറച്ച് സങ്കടങ്ങൾ പറയാനാണ്. മുമ്പ് പറഞ്ഞു എൻ്റെ ലൈഫ് നിങ്ങൾ വീഡിയോയിൽ കൂടെ തുറന്നു പറയണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ വീഡിയോ ക്യാമറ ഒക്കെ എടുത്ത് റെഡിയാക്കാം. ഞാനായിട്ട് സംസാരിക്കണില്ല, എൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് സാർക്ക് ഇത് ശരിയാണ്, ബോധ്യപ്പെടേണ്ടതാണ്, ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ആ മനുഷ്യൻ മൂപ്പര അനുഭവങ്ങൾ പറയാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ച സമയത്ത് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അന്ന് ഈ വയസ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഭാര്യ +2 പഠിക്കുന്ന സമയത്താണ് ഇയാൾ കല്യാണം കഴിക്കണേ. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അയാളുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല. പക്ഷെ അയാൾ അന്ന് ഗൾഫിലായിരുന്നു. ഭാര്യയുടെ വീട്ടിലും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എല്ലാവരും ശരാശരിയിൽ താഴെയുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ ഇയാൾക്ക് കുറച്ച് ലോകപരിചയമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭാര്യയെക്കുറിച്ച് കുറേ കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഭാര്യ കരുതിയിരിക്കുന്നത് കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ പഠനം അവസാനിച്ചു, +2 കൂടി അവസാനിച്ചു. പക്ഷേ ആ +2 പരീക്ഷയ്ക്ക് നല്ല മാർക്കോട് കൂടി പാസ്സായ ഭാര്യയെ ഡിഗ്രിക്ക് പറഞ്ഞയക്കണം എന്നുള്ളത് ഭർത്താവിൻ്റെ ഒരു നിർബന്ധമാണ്. ഭാര്യ അതിന് വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പോകണില്ല, പക്ഷെ അതൊന്നുമല്ല, നീ പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം ഇയാൾ ഗൾഫിലാണ്. ഇയാൾ പിന്നെ ഗൾഫിലേക്ക് പോയപ്പോൾ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ, നിന്റെ വീട്ടിൽ പോയി നിൽക്കുക, കൃത്യമായിട്ട് പഠിക്കാൻ പോവുക, നിനക്ക് പഠനത്തിന് വേണ്ടിയുള്ള മുഴുവൻ ചെലവുകളും ഞാൻ ഉമ്മാക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഇയാളുടെ ഉമ്മാക്ക് കാശ് അയച്ചു കൊടുക്കും. ഇവളുടെ വീട്ടിൽ നിൽക്കും. അങ്ങനെ ഇവള് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് കോളേജിൽ ചേർന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഇവള് ഗർഭിണിയായി. അങ്ങനെ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവള് കരുതുന്ന ഇതോടുകൂടി അവസാനിപ്പിച്ചു, ഇനി വേണ്ട. പക്ഷെ ഇയാൾക്ക് നിർബന്ധം, നീ PG കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ PG എടുപ്പിച്ചു. അങ്ങനെ അവളെ പഠിപ്പിക്കണം, ഉന്നതിയിലെത്തിക്കണം എന്ന് പറഞ്ഞ് ഇയാളൊരു വാശിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇയാളുടെ ഉള്ളിൽ ഇവളൊരു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദാമ്പത്യ ലൈഫിൽ ഒരു കുഞ്ഞുണ്ടായതിൻ്റെ ഇടയിൽ തന്നെ ഇവർ തമ്മിൽ പരസ്പര സ്നേഹവും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് കൂടുതൽ ഇവള് നിന്നിട്ടുള്ളത് ഇവളുടെ വീട്ടിലാണ്. കാരണം 3 വർഷത്തെ ഡിഗ്രി പഠന സമയത്ത് ഇവളുടെ വീട്ടിലാണ്. അതോടൊപ്പം തന്നെ പ്രസവിച്ച ശേഷം ഇവള് നിന്നത് ഇവളുടെ വീട്ടിലാണ്. പിന്നെ PGയുടെ സമയത്തും ഇവൾ അധികം നിന്നത് ഇവളുടെ വീട്ടിലാണ്. ഇവളാകെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരല് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാലാണ്. ഭർത്താവിൻ്റെ ഉമ്മയോടൊപ്പം ജീവിക്കാനൊക്കെ ഇവൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു ശീലം ഇവളുടെ ഉള്ളിൽ വന്നില്ല. അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഭർത്താവാണ്. അങ്ങനെ ഭർത്താവിന് ഗൾഫിൽ ജോലി പോയി. ഭർത്താവിന് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന സമയത്ത് ഇവൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാരണം ഭർത്താവ് നാട്ടിൽ വന്ന് ഇനി നാട്ടിൽ തന്നെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണ്ടേ. ഇവളെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നാത്തൂനോട് വഴക്ക്, അല്ലെങ്കിൽ അമ്മായിമ്മനോട് വഴക്ക്. ഈ അമ്മായിമ്മനോടും നാത്തൂനോടുള്ള വഴക്ക് ഒടുവിൽ ഇത് ഭർത്താവിനോടുള്ള വഴക്കായിട്ട് മാറി. ഭർത്താവ് ഒരാണാണല്ലോ, അയാൾ വഴക്കിന് കാണിക്കുന്ന സൊല്യൂഷൻ കായികമായിട്ട് കൈകാര്യം. ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. 1 വർഷമാണ് ഇയാൾ ശരിക്കും ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നിട്ടുള്ളത്. ആ 1 വർഷം എന്ന് പറഞ്ഞത് ഇവരുടെ ദാമ്പത്യ ലൈഫിൽ വലിയ പ്രയാസങ്ങളുണ്ട്. കാരണം ഭാര്യ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റാതെ ഭർത്താവിന് വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്താണ് അമ്മായിമ്മനോട് പ്രശ്നം ഉണ്ടായത്, അതോടൊപ്പം നാത്തൂനോട് പ്രശ്നം ഉണ്ടായത്. അത് ഭർത്താവിനുള്ള പ്രശ്നമായിട്ട് മാറിയത്. ഭർത്താവ് പലപ്പോഴും അടിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. ആ അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഒരു പ്രശ്നം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനങ്ങളും ഉമ്മതിൻ്റെ അല്ല, ഇതെന്ത് തള്ളയാണ്, ഉമ്മാനെപ്പോഴും തള്ളാന്നാ വിളിക്കാം. അപ്പൊ ദേഷ്യം പിടിക്കുമ്പോഴാണ് ഈ തള്ളാ വിളി. പല ആൾക്കാരും അങ്ങനെയാണ്. സത്യത്തിൽ പല അമ്മായിമാരും പാവങ്ങളാ. മരുമക്കളുടെ അണ്ടറിൽ നിൽക്കേണ്ടി വരുന്ന ഒരുപാട് അമ്മായിമാരുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അമ്മായിമ്മമാർ ദുഷ്ടന്മാരാണ്, അവരുടെ അണ്ടറിൽ നിൽക്കുന്ന മരുമക്കൾ പണ്ടത്തെ ഒരു കഥയാണെങ്കിൽ ഇന്നത് മാറി. ഇന്ന് മരുമക്കളുടെ അണ്ടറിൽ നിൽക്കേണ്ടി വരുന്ന പാവം ഉമ്മമാരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് സംസാരിക്കുമ്പോൾ ഇവൻ്റെന്ന് അടി കിട്ടി. ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ പ്രശ്നങ്ങളായി. ഇവള് കുറച്ച് ദിവസം അവിടെ പോയിരുന്നു. അങ്ങനെ വേറെ പിന്നെ ഇയാൾ UAEക്ക് പോയിരുന്നു. ഇയാൾ പിന്നെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് പിന്നെ ഖത്തറിലേക്ക് പോയപ്പോൾ ഇയാളുടെ ഉള്ളിൽ പഴയ സ്നേഹങ്ങളും ഉഷാറൊക്കെ വന്നിട്ട് അവളോട് പറഞ്ഞു, നീ പഠിക്കണം, നീ PGയിൽ അവസാനിപ്പിച്ചാൽ പോരാ, നീ PSCക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ PSCക്ക് ട്രൈ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർത്തു. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ പൊതുവേ മെയിൻ ലിസ്റ്റിലൊക്കെ വന്ന് കയറലുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ്. അപ്പോൾ ഇവൾക്കപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ വേറെ വല്ല ജോലിക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാം നീ PSC കയറിയിട്ട് നീ എങ്ങനെ സർക്കാർ ജോലി വാങ്ങും. സർക്കാർ ജോലി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് സമാധാനം. അതിനിടയ്ക്ക് 2 കുട്ടികളായി. നേരത്തെ ഒരു കുട്ടിയായി, പിന്നെ രണ്ടാമത്തെ ഒരു കുട്ടി. അങ്ങനെ ഇവള് ജോലിക്കൊന്നും പോവാതെ PSCക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭർത്താവ് ചെയ്തു കൊടുത്തു. അതിനുവേണ്ടി നീ എന്ത് പ്രശ്നങ്ങളിലും നിന്റെ വീട്ടിൽ പോയി നിന്നോ, എൻ്റെ വീട്ടിൽ നിൽക്കണം എന്നില്ല. നീ ഉമ്മയോടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം നാത്തൂനുള്ള പ്രശ്നങ്ങളൊക്കെ ഇയാൾ വിട്ടു. കാരണം അയാൾക്ക് അത്രയും ഭാര്യയോട് സ്നേഹമാണ്. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ ഇയാൾ ഭാര്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അങ്ങനെ ഇവൾക്ക് ഇവളുടെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇവള് PSCയിലെ പല പരീക്ഷകളും എഴുതി. ചിലതിലൊക്കെ ഇവള് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു. അങ്ങനെ 2-3 എണ്ണത്തിൽ മെയിൻ ലിസ്റ്റ് വന്നു. ടീച്ചറാവാനുള്ള പഠിപ്പുകളൊക്കെ ഇവള് പഠിച്ചു. അങ്ങനെയാണ് ഇവൾക്ക് PSCയിൽ ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമായി. ഇവൾക്കൊരു ടീച്ചറായിട്ടാണ് ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയതിൻ്റെ സമയത്ത് ഇയാൾക്കാണ് ഭയങ്കര സന്തോഷം, അവൾക്ക് സന്തോഷം. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ഭാര്യയുടെ പെരുമാറ്റങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഇയാൾ കരുതി ഭാര്യയ്ക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു അത്യാവശ്യം ശമ്പളം ഉണ്ട്, ഇനി ഞാൻ എന്തിനാണ് ഗൾഫിൽ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് ഇയാൾക്ക് തോന്നി. അപ്പോൾ ഇയാൾ ഖത്തറിലെ ജോലിയുടെയും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളായി. കാരണം അങ്ങനെ ഖത്തറിലെ ജോലിയിലും പ്രശ്നമായിട്ട് ഇയാൾ ആ ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിലെന്തെങ്കിലും പണിക്ക് പോകാം എന്ന് കരുതി നാട്ടിൽ വലിയ ബേക്കറി കട ഇടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇയാൾ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ അതത്ര വളരെ സ്നേഹത്തോടൊന്നുമല്ല സ്വീകരിച്ചത്. കാരണം ഗൾഫ് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ്. കാരണം ഇവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയോ, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിൽക്കേണ്ടി വരും. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഉമ്മാനോടും നാത്തൂനോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിന് ചൊല്ലി പ്രശ്നങ്ങളായിട്ട് ഇവൾ തെറ്റിപ്പോയി. ഇവൾ അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇയാളൊരു നാട്ടിലേക്ക് ലീവിന് വന്ന ഒരാളല്ല, ഗൾഫ് മതിയാക്കി വന്ന ഒരാളാണ്. ഇവള് നാട്ടിലേക്ക് തെറ്റിപ്പോയിട്ട് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവൾക്ക് കൊടുക്കുന്ന ഒരു മരുന്ന് എന്താണെന്നറിയോ, നിനക്കിപ്പോൾ സ്വന്തമായിട്ട് ജോലിയുണ്ട്, നീ ഒരു ടീച്ചറാണ്, അത്യാവശ്യം ശമ്പളമുണ്ട്, നീ എന്തിനാണ് ഒരു ആണിൻ്റെ കീഴിൽ ഇങ്ങനെ അടിമയെ പോലെ കഴിയുന്നത്? അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്ന നിർദ്ദേശങ്ങളല്ല കൊടുക്കുന്നത്. മറിച്ച് ഈ ചില ടീച്ചർമാർ, ചില അധ്യാപികമാരൊക്കെ അങ്ങനെയുണ്ട്, അവരെ ലൈഫ് കൊളായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ബാക്കിയുള്ളവരുടെ ലൈഫ് കൂടി കൊളാക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കും. അങ്ങനെ ഇവളുടെ ചെവിയിൽ ഓതി കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, നീ ഭർത്താവിൻ്റെ അടിമയാവണ്ട. അപ്പോൾ ഇവൾക്കും തോന്നി എനിക്കിപ്പോൾ എന്താ പ്രശ്നമുള്ളത്, ജോലിയുണ്ട്, സാലറി ഉണ്ട്, അത്യാവശ്യം ആളുകളുടെ മുൻപിൽ ടീച്ചറെന്നുള്ള റെസ്പെക്റ്റ് ഉണ്ട്, ഇനി ഞാനെന്തിനാ അയാൾ അടിമയായിട്ട് നിൽക്കണേ? അയാളോട് പോയി കഴിഞ്ഞാൽ അയാളെ ഉമ്മ എന്തോ ഒരു മോശം പോലെ നിന്നെ കാണുന്നത്, വളരെ മോശമായി തരുന്ന സമീപനം. അപ്പോൾ ഇതൊന്നും ഇവളോട് മോശമായിട്ടുള്ള സമീപനമല്ല, ഇതൊക്കെ ഇവളുടെ ഉള്ളിൽ തോന്നല. അപ്പോൾ ജോലി കിട്ടി, സൗകര്യങ്ങളായപ്പോൾ ഇവളുടെ മനസ്സ് മാറി. ഇവൾക്ക് ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ വയ്യ. ഇയാളാണെങ്കിൽ എല്ലാത്തിനും മാപ്പ് പറയാൻ തയ്യാറാണ്. ഞാൻ മുൻപ് പിന്നെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, നമുക്ക് വേറെ വീട് വെച്ച് പോകാം, ഉമ്മാൻ്റെയും പെങ്ങളുടെയും കൂടെ നിൽക്കണ്ട. പെങ്ങളാണെങ്കിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ്, അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉമ്മാടെ വേറെ സഹോദരങ്ങളോട് ഉമ്മയുടെ നിന്നോളും, ഇതൊന്നും ഈ പെണ്ണിന് പറഞ്ഞാൽ പറ്റില്ല. ഉമ്മാനും അവൾക്ക് സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു പ്രയാസം. അങ്ങനെ ഇപ്പോൾ ആ യുവാവിനോട് പറയാണ്, ഞങ്ങൾ വിവാഹമോചനം ചെയ്തിട്ടില്ല, പക്ഷേ അവൾക്ക് കാശായപ്പോൾ, അവൾക്കൊരു സമൂഹത്തിലൊരു സ്ഥാനമായപ്പോൾ ഭർത്താവ് നിലയ്ക്ക് എന്നെ വേണ്ട. ശരിക്കും അങ്ങനെയാണോ സ്ത്രീകളുള്ളത്? അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അവൾക്കൊട്ടും താല്പര്യമുണ്ട് അതിനെ പഠിക്കാൻ, പക്ഷെ ഞാനായിട്ട് നിർബന്ധിപ്പിച്ച് പഠിപ്പിച്ചതാണ്. ഞാനായിട്ട് നിർബന്ധിപ്പിച്ചിട്ടാണ് PSCക്ക് ട്രൈ ചെയ്യിപ്പിച്ചത്, പരിശീലനങ്ങൾ കൊടുത്തത്. എൻ്റെ കാശാണെല്ലാം. പക്ഷെ ഇതൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ എന്നെ അയാളുടെ സങ്കടങ്ങൾ ഈ ചാനലിലൂടെ പറയാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്, അയാൾ അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിലിപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ഭാഗം നമുക്കറിയില്ല. അപ്പോൾ പറയും, നിങ്ങൾ ഭാര്യയ്ക്ക് വിളിച്ചോ, ഭാര്യയ്ക്ക് വിളിഞ്ഞേക്ക് നമ്പറൊക്കെ തന്നു. ഞാൻ എന്താ ഭാര്യയ്ക്ക് വിളിച്ച് ചോദിക്കുക, ഭാര്യയ്ക്ക് വിളിച്ച് ഞാൻ സംസാരിച്ചു. ഭാര്യയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ ഭാര്യ സംസാരിക്കാൻ തയ്യാറാവണില്ല. ഭാര്യയോട് ഞാൻ ഇന്നതാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഭാര്യ അഹങ്കാരത്തോടു കൂടിയുള്ള മറുപടിയാണ് കേൾക്കുന്നത്. എനിക്കൊരാളുടെയും അടിമയായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഞാനിപ്പോൾ ഒരല്പം മനസ്സമാധാനം ഉണ്ട്, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് എന്നോട് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ അനുഭവങ്ങളുള്ള മനുഷ്യരുണ്ട്. അതായത് ലൈഫിൽ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഭാര്യയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ട് ലൈഫ് ഒരു തകർച്ചയുടെ വക്കിലായിട്ട് ഏത് നിമിഷവും ജീവിതം നശിപ്പിക്കാം അല്ലെങ്കിൽ സ്വയം ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ, ഒരുപാട് ആണുങ്ങളുടെ അനുഭവങ്ങളുണ്ട്. നമ്മളെപ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങളാണ് പറയാം, പക്ഷെ ഒരുപാട് പുരുഷന്മാരും സമാനമായ മാനസികാവസ്ഥയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന നാസർ എന്ന് പേരുള്ള ഈ ഒരു മനുഷ്യൻ. എന്തായാലും ആ മനുഷ്യൻക്ക് അല്ലാഹു സമാധാനവും അതുപോലെ ഒരു നല്ല പരിഹാരവും കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഒരു ഗുണ്ടയാണ്. ഇദ്ദേഹത്തിന് ഇന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം പോലീസിനെ വെല്ലുവിളിക്കും, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കും, നമ്മുടെ സിസ്റ്റത്തിനെ വെല്ലുവിളിക്കും. ഒടുവിൽ ഇന്നാണ് അറസ്റ്റിലാക്കി. ഇയാളെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.